കയർ കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടെ വാൾമാർട്ടിന്റെ ഗോഡൌണിലേക്ക് നൽകി തുടങ്ങുന്നതോടെ കയറിന്റെ അന്താരാഷ്ട്ര കമ്പോളത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് സാധ്യമാകുന്നതെന്ന് വകുപ്പ് മന്ത്രി പി രാജീവ്. വാൾമാർട്ട് ഓൺലൈൻ മുഖാന്തരം വിൽപ്പന നടത്തുന്നതിലുള്ള കയർ ഉൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫും കയർ ആൻഡ് ക്രാഫ്റ്റ് ഷോറൂമിന്റെ ഉദ്ഘാടനവും ആലപ്പുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ 1.5 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് വാൾമാർട്ടിന്റെ ഓൺലൈൻ മാർക്കറ്റിലേക്ക് ആദ്യഘട്ടമായി നൽകുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഡിസംബറോടെ അടുത്ത കണ്ടെയ്നർ അയക്കാൻ കഴിയും. നേരിട്ട് ഷോറൂമിലേക്ക് തന്നെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതാണ് അടുത്ത ഘട്ടം. ഗുണമേന്മയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് പ്രധാനമെന്ന് മന്ത്രി വ്യക്തമാക്കി. അടുത്ത നവംബറിൽ ഡിസംബറിൽ അടുത്ത കണ്ടെയ്നറും യാത്ര തിരിക്കുക. അത് ഷോറൂമിലേക്ക് ഫിസിക്കലായിട്ട് തന്നെ ഷോറൂമുകളിലേക്കാണ് വാൾമാർട്ടിൻ്റെ. അപ്പോൾ അത് കുറേ കൂടി നമുക്ക് മൂല്യം കിട്ടും, വിപണന സാധ്യത കൂടും. പിന്നെ അവരുടെ ഒരു സബ്സിഡറി ഉണ്ട്, അവരുടെ ആദ്യഘട്ട സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഒന്നുകൂടി അവർ വരും. ആ സർട്ടിഫിക്കേഷൻ കുറച്ചുകൂടി കടുപ്പുള്ളതാണ്, എന്നാലും നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ അതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ ബൾക്കായിട്ട് ഓർഡർ ലഭിക്കും. കഴിഞ്ഞ ദിവസം ഞാനും പ്രിൻസിപ്പൽ സെക്രട്ടറി BMW അവർ വന്നപ്പോൾ അവരുമായൊരു ചർച്ചയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞ ഒരു സാധ്യത കൊയർ എങ്ങനെ അവർക്ക് കാറിനകത്തൊക്കെ അതിൽ അവർക്ക് പോയിന്റ് കിട്ടും, പ്രത്യേകമായൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് സാധിക്കുമോ? ഇപ്പോൾ ലോകം അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൈഫ് സയൻസ് പാർക്കിൽ 210 കോടിയുടെ CSIR പ്രൊജക്റ്റ് അവിടെ വരാൻ പോവുകയാണ്. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ തൊഴിലാളികളെ സജ്ജമാക്കുന്നതിന് തുടങ്ങിയ പരിശീലന പദ്ധതി 3 ബാച്ച് പൂർത്തിയാക്കി. 500 പേർക്കാണ് ഇത്തരത്തിൽ പരിശീലനം നൽകുന്നത്. കയർ ആൻഡ് ക്രാഫ്റ്റ് ഷോറൂമിൽ കയർ ഉൽപ്പന്നങ്ങൾ കൂടാതെ പരമ്പരാഗത മേഖലയിലെ മറ്റുൽപ്പന്നങ്ങളും ലഭ്യമാക്കും. വിവിധ തട്ടുകളിലുള്ള സൊസൈറ്റികൾക്ക് 2.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയുള്ള സഹായ പദ്ധതി നടപ്പിലാക്കുകയാണ്. ഓണത്തിന് മുമ്പ് തന്നെ തൊഴിലാളികൾക്ക് ഇൻകം സപ്പോർട്ട് നൽകുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകുന്ന 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മന്ത്രി പി രാജീവ് ചടങ്ങിൽ ഏറ്റുവാങ്ങി. പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പരിശീലനം നേടിയ തൊഴിലാളികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. ആലപ്പുഴ കയർ കോർപ്പറേഷൻ ഹെഡ് ഓഫീസ് ഡിവിഷനിൽ നടന്ന ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. H. സലാം MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ, കയർ കോർപ്പറേഷൻ ചെയർമാൻ G. വേണുഗോപാൽ, കയർ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, കയർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ R. നാസർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക, കേരളത്തിന്റെ ആരോഗ്യ മികവ് നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഴ്സുമാർ സമരത്തിലേക്ക്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ. വ്യാഴാഴ്ച രാവിലെ 10:30 ആരംഭിച്ച ധർണ CITU ദേശീയ കൗൺസിൽ അംഗം R. നാസർ ഉദ്ഘാടനം ചെയ്തു. ചികിത്സ ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് പൈസ പിരിക്കും, കിഡ്നി മാറ്റി വയ്ക്കണം, അതുപോലെയുള്ള വലിയ രോഗങ്ങൾ വരുന്നു. ആ രോഗങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അവരെ പാവപ്പെട്ടവരാണെങ്കിൽ സഹായിക്കാൻ വേണ്ടി പണമെല്ലാം പിരിച്ച് നമ്മൾ കിഡ്നി മാറ്റി വയ്ക്കും. ആ ചികിത്സ കഴിഞ്ഞാൽ പിന്നീടാണ് അവർക്ക് ഏറ്റവും വലിയ ചികിത്സ വേണ്ടത്. ഏറ്റവും നല്ല ചികിത്സ പിന്നീട് ജീവിക്കുന്ന കാലം മുഴുവൻ കൊടുക്കണം. അതിന് മരുന്ന് വേണം, മറ്റേ എല്ലാം വലിയ ചിലവുള്ളതാണ്. പക്ഷേ അങ്ങനെ ചികിത്സ, അങ്ങനെ ഓപ്പറേഷൻ നടത്തിയുള്ളത് പോലും നല്ല ചികിത്സ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഈ പ്രശ്നമുണ്ട്. രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരിക. അങ്ങനെ വരുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ അത് നടക്കുന്നില്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷമായ ജനങ്ങൾക്ക് ചികിത്സ പോലും ലഭിക്കാത്ത സാഹചര്യമാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വ്യത്യസ്തമായി കേരളം വളരെ മാതൃകാപരമായ കുറേ പ്രവർത്തനം നടത്തുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജുകളും നമ്മുടെ ജനറൽ ആശുപത്രികളും നമ്മുടെ PHCകളും എല്ലാം തന്നെ കുറേയെല്ലാം കാര്യക്ഷമമായി പോകുന്നുണ്ട്. പക്ഷേ അവിടെ ആവശ്യത്തിന് സ്റ്റാഫിൽ അത് പ്രത്യേകിച്ച് നഴ്സുമാരില്ല. ധർണാ യോഗത്തിൽ KGNA ജില്ലാ പ്രസിഡന്റ് AD സുമോൾ അധ്യക്ഷയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി L. ദീപ, ജില്ലാ സെക്രട്ടറി PS. അനിൽകുമാർ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി C. സിനീഷ്, PD. ജോഷി, രമേശ് ഗോപിനാഥ്, AR. ലീനാമോൾ എന്നിവർ സംസാരിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും ഒരു വിഭാഗം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക്. നിയോജക മണ്ഡലം പ്രസിഡന്റും 7 മണ്ഡലം പ്രസിഡന്റുമാരുമാണ് രാജിവെച്ചത്.
ചങ്ങനാശ്ശേരി അർബൻ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ജനാധിപത്യ കേരള കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചത്. UDFിന്റെ മികച്ച നേതൃത്വവുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന കുര്യൻ തൂമ്പങ്കൽ KCB ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. മുൻകാലങ്ങളിൽ ഒരുപാട് അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. നല്ല നേതൃഗുണമുള്ള ശ്രീ VD സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവ് അവരുടെയൊക്കെ കീഴിൽ ഭാവിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അവരുടെയൊക്കെ നേതൃത്വത്തിന് കീഴിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഏതായാലും കാര്യങ്ങളെല്ലാം ശുഭകരമായി നീങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ്. ഈ 31-ാം തീയതി ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ട്. ആ കമ്മിറ്റിയിലേക്ക് കേരള കോൺഗ്രസിൽ തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് വിട്ടുപോകുന്ന ആളുകളുടെ പ്രതിനിധിയായിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ശ്രീമാൻ മോൻസ് ജോസഫ് MLA ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത്രേ എനിക്കതേക്കുറിച്ച് പറയാനുള്ളൂ. സ്വീകരണമൊക്കെ പിന്നാലെ വയ്ക്കാൻ, അതിൻ്റെ ഒരു യോഗം ഞങ്ങൾ പിന്നാലെ എല്ലാവരും കൂടെ കൂട്ടി വയ്ക്കാമെന്നുള്ള. ജില്ലാ സെക്രട്ടറി ആലിച്ചൻ തൈപ്പറമ്പിൽ, നേതാക്കളായ ആന്റണി ഇലവുംമൂട്ടിൽ, സണ്ണി പരുവംമൂട്ടിൽ തുടങ്ങിയവരുൾപ്പെട്ട ഒരു വിഭാഗമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് മാറുന്നത്. പാർട്ടി ചെയർമാൻ PJ ജോസഫ് MLA ഇവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കുക, ആരോപണങ്ങളിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഇരകൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് ഷുക്കൂർ ആരോപിച്ചു. ഒരു ഇടതുപക്ഷ പ്രവർത്തകയായ ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന പ്രസിദ്ധയായ ചലച്ചിത്രകാരി, അതായത് സിനിമാ താരം അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രതിഭയായ ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നത്. അവർ ഇടതുപക്ഷക്കാരിയാണ്. പശ്ചിമ ബംഗാളിൽ കൽക്കട്ടയിൽ ജീവിക്കുന്നയാളാണ്. അവർ പറഞ്ഞത് എന്താണ്? എന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ക്രൂരമായി പീഡിപ്പിച്ചു, എന്നെ ആക്ഷേപിച്ചു, എന്നെ അവഗണിച്ചു. അത് രാത്രിയുടെ യാമങ്ങളിൽ അതിന് ചില കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തു. ആ രൂപത്തിൽ അവർ വിശദമായി പുറത്തു വന്നപ്പോഴും അതിനെ ന്യായീകരിക്കുന്ന ഒരു മന്ത്രിയെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടുകാരനായ ആലപ്പുഴ ജില്ലക്കാരനായ സജി ചെറിയാനെ നമ്മൾ കണ്ടത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ് അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി MJ ജോബ്, അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കയർ ഫെഡിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം കയർ കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു. കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക, കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക, ഉൽപാദന ചെലവിന് അനുസൃതമായി വില പുതുക്കി തീരുമാനിക്കുക, സംഘങ്ങൾക്ക് നൽകുന്ന MDA പൂർണ്ണമായും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കയർ കോർപ്പറേഷന് മുന്നിൽ പ്രകടനം സമാപിച്ചതിന് ശേഷം നടത്തിയ ധർണ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കയർ വ്യവസായം കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് ആലപ്പുഴയുടെയും വ്യവസായം മാത്രമായിരുന്നു എങ്കിൽ ഇന്നത് മാറി തമിഴ്നാടെല്ലാം കേന്ദ്രീകരിച്ച് കയർ വ്യവസായം കൂടുതൽ മേഖലയിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യം. പഴയതിൽ നിന്ന് വ്യത്യസ്തമായ മത്സരം ഈ മേഖലയിൽ ഇന്ന് ശക്തമാണ്. അപ്പം അത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയും നടുവിൽ കയർ മേഖല നിൽക്കുമ്പോഴും കേരളത്തിൽ അവശേഷിക്കുന്ന കയർ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ സമരങ്ങളെല്ലാം തന്നെ നടത്തി പോന്നിട്ടുള്ളത്. ചില സംഘടനകളൊക്കെ സമരം ചെയ്യുന്നത് പ്രതിപക്ഷത്ത് വരുമ്പോഴാണ്. പ്രതിപക്ഷത്ത് വരുമ്പോൾ ശക്തമായി സമരം നടത്തുകയും ഭരണപക്ഷത്തായി കഴിഞ്ഞാൽ പിന്നെ ഭരണപക്ഷ അനുകൂലമായ നിലപാട് സ്വീകരിച്ച് സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളും ആവശ്യങ്ങളും വേണ്ടത്ര പരിഗണിക്കാതെ മാറി നിൽക്കുന്ന സംഘടനകളാണ് പല സംഘടനകളും. ധർണാ യോഗത്തിൽ ഫെഡറേഷൻ പ്രസിഡന്റ് MB പവിത്രൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KP പ്രകാശൻ, NV തമ്പി, PP വിനു,
കെ പ്രഭു തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാടിന്റെ മൗലിക പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ആശയ രൂപീകരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ കാവാലം സൂര്യ യുവജന ക്ഷേമ കേന്ദ്രത്തിൽ ജനകീയ ചർച്ച സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ ഉദ്ഘാടനം ചെയ്തു. സമ്പന്നമായ ഒരു മണ്ണാണ് അത്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണൊന്നും തരത്തിലല്ല. അതിനേക്കാൾ വലിയ കൃഷി സാംസ്കാരിക രംഗത്ത് നടത്തിയ ഒരിടം കൂടാണ് കുട്ടനാട്. എത്ര പ്രഗത്ഭരാണ് എഴുത്തുകാർ, അഭിനേതാക്കള്, കവികള്, സിനിമാ നിർമ്മാതാക്കൾ. അല്ലേ, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന 82, 80കളിലൊക്കെ അന്ന് പ്രിയപ്പെട്ട കുട്ടനാടിന്റെ ചിത്രകാരനുണ്ടായിരുന്നു. താടിയൊക്കെ വെച്ചിട്ട് അറിയാമല്ലോ അല്ലേ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കാവാലം ദേശീയ വായനശാല, കുട്ടനാട് കലാ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജനകീയ ചർച്ച സംഘടിപ്പിച്ചത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജയചന്ദ്രൻ വിഷയം അവതരിപ്പിച്ചു. അപ്പോൾ എന്താണ് കുട്ടനാട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ടി വരും. അത് സംബന്ധിച്ച് വീണ്ടും വ്യത്യസ്തമായ തലങ്ങളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കേണ്ടി വരും. എനിക്ക് തോന്നിയിട്ടുള്ളത്, എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ പറയുന്ന കുട്ടനാട് നമ്മൾ പറയുന്ന പൊതുവിൽ പറയുന്ന സംഖ്യയിൽ പറയുന്ന കുട്ടനാട് ഒന്നല്ല, പ്രധാനമായിട്ടും 3 എണ്ണമുണ്ട്. അതിൽ പ്രാചീന കുട്ടനാട് അല്ലെങ്കിൽ ആദിമ കുട്ടനാട് എന്ന് പറയുന്നത് അന്ന് ഇന്നത്തെ കേരളം, അന്ന് 5 മേഖലകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. കുട്ടനാട് കലാ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രം പ്രസിഡന്റ് രമേശൻ പാണ്ടിശ്ശേരി, NR പങ്കജാക്ഷക്കുറുപ്പ്, സാജൻ സെബാസ്റ്റ്യൻ, അനിൽ തൈവീട്, സന്ധ്യ രമേശ്, ടി ശശി, KV തോമസ്, ജതീന്ദ്രൻ, ടി മനു, കെ സജി, പ്രസന്ന സതീഷ്ണകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കുട്ടനാടിനായി ദീർഘകാലാടിസ്ഥാനത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന വികസന മാതൃകാ പദ്ധതി സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണമെന്ന ചർച്ചയിൽ അഭിപ്രായമുയർന്നു. ഭാവി പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനായി വാമൊഴിക്കൂട്ടം എന്ന പേരിൽ 25-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കുട്ടനാടിന്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും പ്രായോഗിക പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചു. കുട്ടനാടിന്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടുന്ന പ്രമേയവും പാസാക്കി. ജന്മദിനാഘോഷം വേണ്ടത് വെച്ച് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സഹായം എത്തിച്ചിരിക്കുകയാണ് 10 വയസ്സുകാരി സിത്താര. വെളിനാട് പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ സനിൽകുമാർ മൂലയിലിന്റെ മകൾ സിത്താരയാണ് കാരുണ്യത്തിന്റെ മുഖമായി ഏവരുടെയും ആദരവ് പിടിച്ചുപറ്റിയിരിക്കുന്നത്. വീട്ടുകാർക്കും കൂട്ടുകാർക്കുമൊപ്പം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമായിരുന്നു കുഞ്ഞു സിത്താര ജന്മദിനം ആഘോഷിക്കേണ്ടിയിരുന്നത്. എന്നാൽ വയനാട് ദുരന്തത്തിൻ്റെ നടുക്കുന്ന കാഴ്ചകൾ ഇത്തരം ആഘോഷങ്ങൾ ഒഴിവാക്കാം എന്ന നിലപാടിലേക്ക് സിത്താരയെ എത്തിച്ചു. സിത്താരയുടെ പിതാവ് പഞ്ചായത്ത് അംഗം സനിൽകുമാറും മകൾക്കൊപ്പം നിന്നു. ജന്മദിന ആഘോഷത്തിന് ചിലവാകുമായിരുന്ന തുകയും സനിൽകുമാറിൻ്റെ ഓണറേറിയവും ചേർത്ത് 1 ലക്ഷം രൂപയാണ് വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. വെളിയനാട് സ്വതന്ത്ര ജംഗ്ഷനിൽ നടത്തിയ ചടങ്ങിൽ 1 ലക്ഷം രൂപയുടെ DD ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാറിന് കൈമാറിക്കൊണ്ടായിരുന്നു സിത്താരയുടെ ജന്മദിന ആഘോഷം. നമ്മൾ ഇവിടെ ഒത്തുകൂടിയത് വയനാടെന്ന നാട്ടിൽ ഉണ്ടായ ആ ദുരന്തം, നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുണ്ടായ ദുരന്തം, ഒരു രാത്രി കൊണ്ട് 450ഓളം ജീവൻ പൊലിഞ്ഞ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് നമ്മൾക്ക് ഇവിടെ നിന്നൊരു കൈത്താങ്ങ് എന്നുള്ള നിലയിൽ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സനൽ മെമ്പറിൻ്റെ മകൾ സിത്താരയുടെ 10ാം ജന്മദിനത്തിൽ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ തുക വയനാടിനൊരു കൈത്താങ് എന്നുള്ള നിലയിൽ കൊടുക്കുവാൻ കാണിച്ച ഈ കുടുംബത്തിന്, സനിൽ മെമ്പറിൻ്റെ കുടുംബത്തിൻ്റെ ആ നല്ല മനസ്സിന് ആദ്യമേ തന്നെ വെളിനാട് ഗ്രാമപഞ്ചായത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുക. നമ്മളെത്ര കൊടുത്താലും നമ്മൾക്കറിയാം ആ വയനാട് എന്ന പ്രദേശത്ത് അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഇവിടെ നമുക്ക് വെള്ളപ്പൊക്കത്തിലുണ്ടായ ദുരന്തം, പ്രളയത്തിലുണ്ടായ ആ ദുരന്തം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഒത്തിരി അപ്പുറമാണ് വയനാടിലുണ്ടായ ദുരന്തം. ഇതിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV വിശ്വംഭരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനീഷ്, സഞ്ജു ബിനോജ്, രാജേഷ് എന്നിവർ സംസാരിച്ചു. കർഷക സംഘം തകഴി ഏരിയ കൺവെൻഷൻ മങ്കൊമ്പ് NGO യൂണിയൻ ഹാളിൽ നടന്നു. സംഘടനാ ജില്ലാ ജോയിന്റ് സെക്രട്ടറി S സുധിമോൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നമ്മുടെ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ കൺവെൻഷൻ നമ്മൾ വിളിച്ചത്.
ആ കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്ന ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പ്രബോധനം പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരു പ്രതീക്ഷയുള്ള കാലമാണ്. ഇടതുപക്ഷത്തിന് ആ നിലയിൽ നമുക്ക് വലിയ ശക്തി ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ രാജ്യത്തെ നാം ഉയർത്തിവിട്ട ഒരു മുദ്രാവാക്യം നമ്മുടെ രാജ്യത്ത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യമെങ്കിലും BJP പരാജയപ്പെട്ടതിന് തുല്യമായി ജയിച്ചൊരു സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. അത് ഇടതുപക്ഷം പ്രധാനപ്പെട്ട നമ്മുടെ കർഷക പ്രസ്ഥാനം മാത്രമല്ല, ഇടതുപക്ഷം പ്രധാനപ്പെട്ട പങ്കുവഹിക്കും. കൺവെൻഷനിൽ കർഷക സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് കെ ശശികുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KA പ്രമോദ്, ബിപിൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി മഹാദേവ ഗണപതി ക്ഷേത്രത്തിലെ വലിയ ബലിക്കൽപുരയുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് ശിലാസ്ഥാപനം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ശിലാസ്ഥാപനം നിർവഹിച്ചു. വാഴപ്പള്ളി ഇന്ന് ശിലാസ്ഥാപനം നിർവഹിക്കുക. എല്ലാ ക്ഷേത്രങ്ങളിലെ ഇവിടേക്കുള്ള ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും അഭിവൃദ്ധി എന്ന് പറയുന്നത്. ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് ക്ഷേത്ര ഉപദേശക സമിതി ബലിക്കൽപുര പൂർത്തിയാക്കുക. ചടങ്ങിൽ പറമ്പൂരില്ലത്ത് രാകേഷ് ഭട്ടതിരിപ്പാട്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PN വിജയകുമാർ, സെക്രട്ടറി ബാബു S പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. പൂർണ്ണമായും തേക്കിൻ തടിയിലും കൃഷ്ണശിലയിലും നിർമ്മിക്കുന്ന വലിയ ബലിക്കൽപുരയ്ക്ക് 1.25 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇത്തിത്താനം സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളും ഇടവകയുടെ ശതാബ്ദി സമാപനവും വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിക്കും. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് ആഘോഷ പരിപാടികൾ. 1924 ഇത്തിത്താനം സെന്റ് മേരീസ് പള്ളി സ്ഥാപിതമായത്. 100 വർഷങ്ങൾക്കുള്ളിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രധാന ദേവാലയങ്ങളിലൊന്നായി ഈ ആരാധനാ കേന്ദ്രം മാറി. 2023 സെപ്റ്റംബർ 8 സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഈ ഒരു വർഷം നിരവധി ആത്മീയ സാമൂഹ്യ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ കാലഘട്ടത്തിനിടയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളെയും അനുസ്മരിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സമൂഹത്തോടുള്ള ഒരു വലിയ പ്രതിബദ്ധതയുടെ ഭാഗമായി പാവപ്പെട്ടവരായിട്ടുള്ള കുടുംബങ്ങൾക്ക് കുറേ വീടുകൾ, ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുവാനും ഉള്ള ആഗ്രഹം പൂർത്തിയാകുന്ന സമയം കൂടിയാണ്. വളരെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തലപ്പത്തേക്ക് ആരാണ് വരുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സിനഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനുശേഷമാണ് ഈ വീടിൻ്റെ ഉദാശ കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുന്നത്. ശതാബ്ദി സമാപന ദിനം കൂടിയാണ് സെപ്റ്റംബർ 7 തീയതി. അന്ന് വൈകിട്ട് 3 മണിക്ക് ഇടവക അംഗങ്ങളായ വൈദികർ പരിശുദ്ധ കുർബാന അർപ്പിക്കും. 5 മണിക്ക് ശതാബ്ദി സമാപന സമ്മേളനം ആരംഭിക്കും. കൃത്യം 5 മണിക്ക്. ഗോവ ഗവർണറായിരിക്കുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപ്രസാദാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇടവക തിരുനാളിന്റെ തുടക്കമായി ആഗസ്റ്റ് 31 ഉച്ചകഴിഞ്ഞ് 3:30 ഇടവകയുടെ 3 കേന്ദ്രങ്ങളിൽ നിന്ന് ശതാബ്ദി അഖണ്ഡ ജപമാല ബൈബിൾ പേടകം ദൈവാലയത്തിലേക്ക് പ്രയാണം ആരംഭിക്കും. പ്രയാണം ദൈവാലയത്തിൽ എത്തുമ്പോൾ ഈ വർഷത്തെ തിരുനാളിന് കൊടികയറും. തിരുനാൾ കാലത്ത് ഓരോ ദിവസവും പ്രത്യേകമായി ദിനാചരണങ്ങൾ നടത്തും. സെപ്റ്റംബർ 7 ശനിയാഴ്ചയാണ് ശതാബ്ദി സമാപന ദിനം. സമാപന സമ്മേളനത്തിൽ നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക നേതാക്കൾ പങ്കെടുക്കും. സെപ്റ്റംബർ 8 ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഫ്രാൻസിസ് പുല്ലുകാട്ട്, സഹവികാരി ഫാദർ മാത്യു മുത്തുമാക്കുഴിയിൽ, ട്രസ്റ്റിമാരായ ഷാജി ഫിലിപ്പ്, പ്രിൻസ് കരിയിലാകുഴി, സാബു കോട്ടയിൽ, പാരിഷ് സെക്രട്ടറി ജോയൽ കാട്ടടി, തിരുനാൾ ജനറൽ കൺവീനർ ഡോക്ടർ റൂബൽ രാജ്, ശതാബ്ദി ജനറൽ കൺവീനർ ബിനു മുണ്ടകത്തിൽ എന്നിവർ പങ്കെടുത്തു. പ്രശസ്ത ചലച്ചിത്ര നടൻ പ്രമോദ് വെളിയനാട് നായകവേഷത്തിലെത്തുന്ന ചുരുൾ എന്ന സിനിമ വെള്ളിയാഴ്ച റിലീസ് ചെയ്യും. പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പ്രമോദ് KCV ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ശരിക്കും എന്താ സംഭവിച്ചത്?
വേറിട്ട കഥാപാത്രങ്ങളിലൂടെ മലയാള നാടക ശാഖയെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സ്വപ്രയത്നത്തിലൂടെ പുതുമലയാള സിനിമ ശാഖയുടെ ഭാഗമായി മാറിയ കുട്ടനാടിൻ്റെ അഭിമാനം വെളിയനാട് പ്രമോദാണ് തൻ്റെ പുതിയ സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ഉള്ളത്. പ്രമോദ്, നമസ്കാരം. ചുരുൾ എന്ന സിനിമ നാളെ റിലീസ് ചെയ്യുകയാണ്. അതെ 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 അതെ. ഈ പോസ്റ്ററിലാകെ പ്രമോദ് മയമാണല്ലോ. എന്താ അതിന്റെ വിശേഷം? അതിന്റെ പ്രത്യേകത, നായകൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പ്രധാന കഥാപാത്രം ഞാനാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ. അത് കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയ്ത പടമാണ്. അത് 1.5 വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമ. ഇപ്പോഴാണ് അതിന് പ്രോസസ്സിംഗ് ഉണ്ടല്ലോ ഓരോരോ. അപ്പോൾ ഈ സമയത്താണ് ഇതിൻ്റെ റിലീസിലേക്ക് വന്നിരിക്കുന്നത്. നാളെ 30-ാം തീയതി സിനിമ ഇറങ്ങിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ 3ാമത്തെ നായക കഥാപാത്രം കേട്ടോ. ഈ പ്രധാന കഥാപാത്രം. അത് മറ്റേ രണ്ട് ചെറിയ പടങ്ങളായിരുന്നു. അത് അത്ര കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയി വലിയ സിനിമകളുടെ കൂടെ ഇറങ്ങിയതാണ്. ഇത് വളരെ പ്രതീക്ഷയുള്ള ഒരു നല്ല സിനിമയാണ്, നല്ല വേഷമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ സിനിമ പൂർണ്ണമായി കണ്ടില്ല, ഡബ്ബിങ് സമയത്ത് കണ്ടു. അത് കഴിഞ്ഞ് സിനിമ കണ്ട അതിൻ്റെ മറ്റു ആളുകളൊക്കെ എന്നെ പൂർണ്ണമായി കണ്ടവരെന്നെ വിളിച്ചു പറഞ്ഞു കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇമോഷനിലേക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ല സിനിമയാണ്. അരുൺ സി മോഹൻ എന്ന് പറഞ്ഞ ആളാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. നെയ്യാറ്റിൻകരക്കാരനാണ്, ചെറിയ പയ്യനാണ്, കൊച്ചു പയ്യനാണ്. അപ്പം അങ്ങനെ ഒരു നല്ല സിനിമ, ആ സിനിമയുടെ ഭാഗമായി നിൽക്കുന്നു. നാളെ ഒരുപാട് സന്തോഷത്തോടെ കാത്തിരിക്കുന്നു. നാളത്തെ ദിവസം ഈ മലയാള സിനിമ ഇപ്പം വലിയ മാറ്റത്തിൻ്റെ ഒരു പാതയിലൂടെ കടന്നു പോകുന്നതാണ്. പ്രത്യേകിച്ച് ആടുജീവിതം പോലെയുള്ള സിനിമകളൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശത്ത് പോലും ചർച്ചയാകുന്ന ഒരു കാലഘട്ടം. കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള, അതായത് സിനിമാ മേഖലയെ ബാധിക്കുന്ന ചില വിവാദങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ മുട്ടിയാൽ തുറക്കപ്പെടും എന്നുള്ളൊരു ചിന്തയിൽ മുട്ടുന്ന പ്രമുഖരുടെ എണ്ണം കൂടുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് ഈ സിനിമയ്ക്ക് പുറത്ത് നിന്ന് സിനിമാ മേഖലയെ കണ്ടതും ഇപ്പോഴത്തെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു മാറ്റം വല്ലതും ഉണ്ടോ? അങ്ങനെ സിനിമ പറഞ്ഞാൽ നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ മുട്ട് തട്ടുകയൊക്കെ ചെയ്തു വേലി പൊളിച്ച് പോയവരൊക്കെ ഉണ്ടല്ലോ. ഇത് സിനിമാക്കാരിച്ചിരി എന്തോ പറഞ്ഞത് ഒരു ഗ്ലാമറിൻ്റെ മേഖലയൊക്കെ ഒരു സ്റ്റാർ പദവിയൊക്കെ നിലനിൽക്കുന്നതാണ് ഇതെത്ര വാർത്താ പ്രാധാന്യം കിട്ടുന്നതെന്നും അത് മോശമാണ്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും, ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചെയ്തവരോടും അല്ലെങ്കിൽ അവരാൽ പീഡനം അനുഭവിക്കപ്പെട്ടവരും എന്താ പറയുക, അത് തെറ്റ് തന്നെ. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ തൊഴിൽ മേഖലയിലും ഉണ്ടെങ്കിലും ഇത് ആളുകൾ നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അവർ പൈസ കൊടുത്ത് നമ്മളെ കാണാൻ വരുന്നവരൊക്കെ കഥാപാത്രങ്ങളെ പോലെ തന്നെ നന്മയുള്ളവരായി മാറട്ടെ എന്നാണ് ആഗ്രഹം. ചുരുൾ നാളെ അഴിയുകയാണല്ലോ. അപ്പൊ ചുരുൾ നിവരുന്ന സമയത്ത് വലിയൊരു പ്രതീക്ഷ ഉണ്ടാവും. പ്രതീക്ഷയെക്കുറിച്ച് നാളെ ട്രിവാൻഡ്രത്ത് വെച്ചാണ് അതിൻ്റെ റിലീസിൻ്റെ. അപ്പോൾ എന്തോ മന്ത്രിയൊക്കെ നമ്മുടെ സജി ചെറിയാൻ സാറൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം 9:30 സിനിമയുടെ മറ്റ് ഈ മെമ്മൻ്റോ വിതരണമോ അങ്ങനെ കാര്യം ആ സിനിമയുടെ വെച്ച മുന്നണി പ്രവർത്തിച്ചവർക്കും ഉണ്ട്. ഞാൻ ഫാമിലിയായിട്ടൊന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുശേഷം കേരളത്തിലെ 70-അടുത്ത് താഴെ സിനിമ തിയേറ്ററുകളിൽ നാളെ റിലീസാണ്. അപ്പോൾ അത് ജീവിതത്തിലെ വലിയ ഭാഗ്യം. അങ്ങനെ നമ്മൾ സിനിമയെ വല്ലാതെ ഇഷ്ടപ്പെടാൻ തുടങ്ങി വരിക. പണ്ടേ സിനിമ ഇഷ്ടമാണെങ്കിൽ നമ്മൾ സിനിമാക്കാരൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ സിനിമാ നടനൊക്കെ പറയുന്ന ഒരു തലത്തിലേക്കൊക്കെ വന്നപ്പോൾ ഇങ്ങനെയുള്ള ചില ദിവസങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന നല്ല നിമിഷങ്ങൾ. പിന്നെ അത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തത് നമ്മുടെ കുട്ടനാട്ടുകാരൻ തന്നെയാണ്. ആരോമ സുരേഷ് എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്, സുരേഷ് മിത്രഗിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ശരിക്കും നമ്മുമായിട്ടൊരു കണക്ഷൻ. ഈ സി മോഹൻ്റെ അനുജനാണ് എന്നെ വിളിച്ച് ഈ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ചുരുൾ എന്ന സിനിമ നാളെ റിലീസാകുകയാണ്. ഇതുവരെ ഉള്ള അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൽ നമ്മുടെ KCVയുടെ പ്രേക്ഷകർ ഒരു വലിയ പിന്തുണ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. KCV നമ്മുടെ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഇറങ്ങുന്ന ആ സിനിമയ്ക്കും അത്തരത്തിലൊരു പിന്തുണ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയത് കാണണം. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ MLA അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നല്ല വാർത്ത. അദ്ദേഹത്തിൻ്റെ വലിയ വാക്കുകൾക്ക് നല്ല നന്ദി, സന്തോഷം. എല്ലാവരും കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക. സ്റ്റാർ പദവിയൊന്നും നോക്കണ്ട, നല്ല കഥയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയാൻ മടിച്ച അല്ലെങ്കിൽ പറയണമെന്ന് ആഗ്രഹിച്ച ചില നഗ്ന സത്യങ്ങൾ തുറന്നു പറയുന്നൊരു സിനിമയാണ്. അത് ചർച്ച ചെയ്യപ്പെടും. ഓക്കെ, താങ്ക് യു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. KCV ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.